സർവകലാശാലകളെ ക്ഷണിക്കാനുള്ള സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തെ എതിർത്ത് CPI. ഇടതുമുന്നണി ചർച്ച ചെയ്യാതെ പുതിയ നയം എങ്ങനെ നടപ്പാക്കുമെന്ന നേതൃയോഗത്തിൽ വിമർശനം. ബജറ്റ് വിഹിതത്തിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായി പണം അനുവദിക്കാത്ത വിഷയം CPM നേതൃത്വത്തെ അറിയിക്കാനും തീരുമാനിച്ചു. CPI സംസ്ഥാന കൗൺസിൽ നാളെയും തുടരും. വിദേശ സർവകലാശാലകൾ രാജ്യത്ത് വരുന്നതിനെതിരെ CPM-നെ പോലെ നിരവധി സമരങ്ങൾ നയിച്ച പാർട്ടിയാണ് CPI-യും. എന്നാൽ പിണറായി സർക്കാരിന്റെ പുതിയ ബജറ്റിൽ ഒറ്റയടിക്ക് ഈ നയം പൊളിച്ചെഴുതി. വിദേശ സർവകലാശാലകൾ വന്നില്ലെങ്കിൽ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുമെന്നാണ് ധനമന്ത്രിയുടെ പുതിയ കണ്ടെത്തൽ. മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്കടക്കം വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന് ഇവിടെ നിന്നുള്ളവരെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. നല്ല സ്കൂളുകളും നല്ല കോളേജും ഹൈ ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങളുടെ കുട്ടികളും പഠിക്കട്ടെ. എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും അതിനെന്താ തെറ്റ്? പക്ഷേ ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI-ക്ക് ഇത് അത്രയ്ക്ക് ദഹിക്കുന്നില്ല. LDF-ൽ പോലും ചർച്ച ചെയ്യാതെ ഇതെങ്ങനെ നടപ്പാക്കുമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു. തികച്ചും നയപരമായ വ്യതിയാനമാണിത്. ഇതുകൂടാതെ CPI കൈകാര്യം ചെയ്യുന്ന റവന്യൂ, ഭക്ഷ്യവിതരണം, കൃഷി, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് ബജറ്റിൽ കാര്യമായ തുക അനുവദിക്കാത്ത വിഷയവും പാർട്ടി ചർച്ച ചെയ്തു. ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് CPM നേതൃത്വം CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ട്. സമകാലിക വിഷയങ്ങളെല്ലാം നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ബിനോയ് വിശ്വവും പറഞ്ഞു. ഈ യോഗങ്ങളെല്ലാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിശദമായി പരിശോധിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട യോഗമാണ് ഈ യോഗം. ഇന്ന് ആരംഭിച്ച CPI സംസ്ഥാന കൗൺസിൽ നാളെയും തുടരും. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയമാണ് പ്രധാന അജണ്ട. ജനം, തിരുവനന്തപുരം.